ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ആൻമേരി ജോസഫ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോം കുര്യൻ. ഞങ്ങൾ വരുന്നത് കാനഡയിലെ ഹാമിൽട്ടൺ സെയിൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2023 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലാൽ എനിക്ക് കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ പോകാൻ സാധിച്ചു. 2 വർഷത്തെ പഠനം ഏറ്റവും ഭംഗിയായിട്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ, ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബലത്തിൽ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. അധികം താമസിയാതെ തന്നെ എനിക്ക് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടി. ഞാൻ ചെന്ന ഉടനെ തന്നെ വിത്തിൻ 3 months എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടി. പാർട്ട് ടൈം ജോലി കിട്ടാൻ തന്നെ വളരെ പാടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ എന്നാലും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത്താൽ, ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലൊക്കെ എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടി. അതിനുശേഷം ഈ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിരമായൊരു പെർമനൻറ്റ് ജോലി ഗുഡ് ഷെപ്പേർഡ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാത്തലിക് ഓർഗനൈസേഷനിൽ കേസ് മാനേജർ എന്നുള്ള റോളിൽ എനിക്ക് ജോലി ലഭിച്ചു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ. ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ തേൻ ഭക്ഷിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ ഇടപെടൽ മാത്രമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിച്ചത്. അതിനുശേഷം നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ അടിവയറ്റിൽ വളരെ ശക്തമായൊരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ലിഫ്റ്റിംഗ് ഉള്ളൊരു പാർട്ട് ടൈം ജോലിയാണ് ചെയ്തത്. കുറച്ച് ലേബറായിട്ടുള്ളൊരു പാർട്ട് ടൈം ജോലിയാണ് ചെയ്തത്. അപ്പോൾ വേദന ശക്തമാവുകയും ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടെ നിന്ന് തന്നെ എന്നെ എമർജൻസി ആയിട്ട് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞത് അപ്പൻഡിക്സ് റപ്ചർ ആയിരിക്കും, നമുക്ക് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും വിദേശ നാട്ടിൽ എനിക്ക് ആ സമയത്ത് ഒരു ഇൻഷുറൻസ് ഇല്ലായിരുന്നു. കാരണം എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ജനുവരി മാസത്തിലും ഞാൻ അഡ്മിറ്റ് ആയത് ഡിസംബർ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ എനിക്ക് ആക്റ്റീവായിട്ടൊരു ഇൻഷുറൻസ് കാനഡയിലില്ലായിരുന്നു. വിദേശ നാടുകളിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്യണം. ഏകദേശം $3000, നാട്ടിൽ 2 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നൊരു ബില്ലാണ് എനിക്കന്ന് വന്നത്. മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എനിക്ക് അന്ന് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞിരുന്നത് അപ്പൻഡിക്സ് റപ്ചറാണ്, നമുക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഈ നാട്ടിൽ വേറെ ആരുമില്ല. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം ഉടമ്പടി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറെ ആരും എനിക്ക് പറയാനോ അഡ്വക്കസി ചെയ്യാനോ ഇല്ല. മാതാവ് തന്നെ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. CT സ്കാനിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അത് മസിൽ ക്രാമ്പ് പെയിൻ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ബില്ല് എൻ്റെ വീട്ടിലെ അഡ്രസ്സിലേക്ക് വന്നു. ഈ $3000 ബില്ല് ഞാൻ എങ്ങനെ അടക്കുമെന്ന് ഓർത്ത് വിഷമിച്ചു. ഞാൻ ഹോസ്പിറ്റലിലും എൻ്റെ കോളേജിലൊക്കെ ഞാൻ പോയി. ആ കോളേജിലെ സ്റ്റുഡൻറ്റ് അഡ്വൈസർ പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന ജനുവരിയിലാണ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഡിസംബറിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി, പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈ ഓഫീസേഴ്സിനും സ്റ്റുഡൻറ്റ് അഡ്വൈസറിനും ഒരു നല്ല ബുദ്ധി കൊടുക്കണമേ. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല, ഫീസ് നമ്മൾ തന്നെ പാർട്ട് ടൈം ചെയ്ത് അടയ്ക്കണം, നാട്ടിൽ ലോൺ അടയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ശക്തമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്റ്റുഡൻറ്റ് അഡ്വൈസർ അന്ന് തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, പ്രീ അറൈവൽ ഇൻഷുറൻസ്. പ്രീ അറൈവൽ ഇൻഷുറൻസിൽ താങ്കൾ എലിജിബിൾ ആണ്, നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, $1 പോലും കൊടുക്കാതെ ആ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ഫുൾ എൻ്റെ കോളേജ് കവർ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥൽ മാത്രമാണ്. അതൊരു രോഗസൗഖ്യം കൂടിയാണ്. കാരണം ഡോക്ടർമാർ പറഞ്ഞത് അപ്പൻഡിക്സ് ആയിരിക്കും, അതിന് ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെയാണ്. പക്ഷേ എല്ലാം വളരെ ലൈറ്റായിട്ട്, എല്ലാം വളരെ ശക്തമായിട്ട് മാതാവ് ഇടപെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ ശുശ്രൂഷിക്കാൻ വന്ന ഡോക്ടറിൻ്റെ പേര് മേരി എന്നായിരുന്നു. അതൊക്കെ തന്നെ വലിയൊരു അടയാളമായി തീർന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോമാണ്. ജോം ഓൾറെഡി കാനഡയിലുണ്ട്. ഈ വർഷം ജോം ചെന്നിട്ട് 8 വർഷമായി. എനിക്ക് ഈ വർഷം 30 വയസ്സാവും. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, 30 വയസ്സ് കഴിഞ്ഞ് പോകല്ലേ, എനിക്ക് വിവാഹത്തിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുടെ ആഭിമുഖ്യമുള്ള, പരിശുദ്ധ അമ്മയോടും പ്രത്യേകിച്ച് ഉടമ്പടിയോടും ആഭിമുഖ്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ആലോചന വരണേന്ന്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു. കാരണം നമ്മൾ പലരോട് സംസാരിച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ഈ പ്രാർത്ഥനാ ജീവിതമൊക്കെ മാനിക്കാത്തവരായിരിക്കും പലരും. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിരുന്നു, മാതാവേ, എൻ്റെ ജീവിത പങ്കാളി എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതോ ഇനി എനിക്ക് കുടുംബജീവിതമാണോ എൻ്റെ വിളി എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അതിനുശേഷം ജോമിൻ്റെ ആലോചന ഡിസംബർ 2025 ലാസ്റ്റ് എനിക്ക് വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്,
ജോമിനോട് സംസാരിച്ച ശേഷം എനിക്ക് ഒത്തിരി മനസ്സിലായ ഒരു കാര്യം, ജോമിൻ്റെ പ്രൊഫൈലിൽ എഴുതിയിരുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാകണമെന്നാണ്. അതെന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം 3-ാമത്തെ ദിവസം തൊട്ട് ഞങ്ങൾ കരുണക്കൊന്ത ഒരുമിച്ച് ചെല്ലാൻ തുടങ്ങി. എനിക്ക് ജോമിൻ്റെ ആലോചന വന്ന ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ എനിക്കിതിൽ കാണാൻ സാധിച്ചു. ഞാൻ താമസിച്ചിരുന്നത് പള്ളിയിലേക്ക് 7 മിനിറ്റ് കഷ്ടി നടക്കാൻ മാത്രം ദൂരമുള്ളൊരു വീടാണ്. അത്രയും അടുത്തായിരുന്നു എനിക്ക് വീട് ലഭിച്ചത്. ഞാൻ അവിടുത്തെ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ ഇത് തന്നെയാണോ എൻ്റെ ജീവിത പങ്കാളി? അപ്പോൾ ശക്തമായൊരു സ്വരം എനിക്ക് കേൾക്കാൻ സാധിച്ചു ഈശോയുടെ എഴുന്നള്ളിച്ച് വെച്ചിരുന്ന രൂപത്തിൽ നിന്ന്. നിന്നോട് കൂടി പ്രാർത്ഥിക്കാനായിട്ട് ഒരാളെ നീ ചോദിച്ചു, ഇത് ഞാൻ തരുന്നത് നിനക്ക് വേണ്ടി നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യനെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡിനെയും അമ്മയും ഉടമ്പടിയിലാണ്. അമ്മയും ആഗ്രഹിച്ചിരുന്ന പോലെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എനിക്ക് മകളായിട്ട് കിട്ടണമെന്ന് അമ്മയെ ആഗ്രഹിച്ചത്. അതുപോലെ നമുക്ക് കിട്ടി. ഞാനിപ്പോൾ അത്ഭുതത്തോടെ നോക്കി കാണുന്നൊരു കാര്യം, ഞാൻ കല്യാണം കഴിച്ചിരുന്ന വീട്ടിൽ 5 മണിക്ക് എല്ലാവരും എണീറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലുന്നു. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരത്തെ പ്രാർത്ഥനയും ചൊല്ലുന്നു. ഇത് ശക്തമായ മധ്യസ്ഥം കൊണ്ട് മാത്രമാണ്. മെയ് മാസത്തിൽ തന്നെ, മാതാവിൻ്റെ വണക്കമാസത്തിൽ തന്നെ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ മെയ് 25 കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഏറ്റവും ഭംഗിയായിട്ട് മെയ് 18-ാം തീയതി മനസ്സമ്മതവും മെയ് 25-ാം തീയതി വിവാഹവും ഏറ്റവും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. കാനായിലെ കല്യാണം പോലെ മാതാവെ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അത് വളരെ ഭംഗിയായിട്ട്, ശരിക്കും പറഞ്ഞ അച്ഛൻ നമ്മുടെ ധ്യാനത്തിലൊക്കെ പറയുന്നതാണ് ലൈറ്റ് വെയ്റ്റ് പോലെ ഒരു കല്യാണം നടത്തെങ്കിൽ എത്രയെത്ര ചിലവുകളും തടസ്സങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ വിവാഹം, സ്പെഷ്യലി ആ കുർബാനയെല്ലാം വളരെ സ്വർഗീയമായിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ ഞങ്ങൾ പറഞ്ഞത്, വിവാഹത്തിൻ്റെ ആ കുർബാന തന്നെ വളരെ അഭിഷേകമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയെന്ന്. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. അതിനുശേഷം ഞങ്ങൾ കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസ് 3 ലെവലാണ്, G1, G2, G. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, അപ്പോൾ എന്തായാലും എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ജോബ് ചെയ്യുന്ന ജോലിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുള്ളതായിരുന്നു. G1, G2 കിട്ടുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പോയിരുന്നു, മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ അവിടെ വിതറി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് G1 കിട്ടി. ജോമും ഞങ്ങൾ പോരുന്നതിൻ്റെ തലേ ദിവസം മെയ് മാസം 2-ാമത്തെ ആഴ്ച അവിടുത്തെ ഏറ്റവും വലിയ ലൈസൻസ് ആയിട്ടുള്ള, ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഹൈവേയിൽ ഓടിക്കാൻ പറ്റുന്ന ലൈസൻസ് ജോമിന് കിട്ടി, G ലൈസൻസ് കിട്ടി. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണിത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അവിടെ പറയുകയാണെങ്കിൽ, കാനഡയിൽ ചെന്നപ്പോഴേക്കും എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇവിടുത്തെ പോലത്തെ ശുശ്രൂഷകൾ ചെയ്യണമെന്ന്. ലീജൻ ഓഫ് മേരി എന്നുള്ള സംഘടനയിൽ ചേർന്നതിന് ശേഷം അതിന് വളരെ വലിയൊരു വഴി തെളിഞ്ഞു വന്നു. കാരണം നമുക്ക് ഒറ്റയ്ക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷനുണ്ട്. നമുക്ക് ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് കയറി പോകാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. ലീജൻ ഓഫ് മേരിയിൽ ചേർന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി യൂക്രിസ്റ്റ് മിനിസ്റ്റർ എൻ്റെ ഈ കൈകൊണ്ട്, എൻ്റെ അയോഗ്യത നിറഞ്ഞ ഈ കൈകൊണ്ട് ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്പുരാൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശക്തമായ ഇടപെടൽ മാത്രമാണ്. അവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മാത്രമല്ല അനുദിന വിശുദ്ധ കുർബാന, ഞാൻ താമസിക്കുന്നത് നേരത്തെ മിസിസാഗയിലായിരുന്നു, ടൊറൻഡോയ്ക്ക് അടുത്ത്. ഇപ്പോൾ ഞാൻ ഹാമിൽട്ടണിലാണ്, നയാഗ്രയുടെ അടുത്ത്. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അവിടെ കൂടാൻ സാധിക്കുമെന്ന് ഞാൻ തന്നെ ഒരു തെളിവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ അവിടെ വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ ആരെങ്കിലും കാനഡയിൽ പോയിട്ട് പറയുകയാണ്, ഇവിടെ വന്നിട്ട് പറയുകയോ നിങ്ങളെ വിളിച്ച് പറയുകയോ ചെയ്യുകയാണ്, ഇവിടെ കുർബാനയൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് പറയാൻ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് വിശുദ്ധ കുർബാനയുള്ള സ്ഥലങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല കുറേ പള്ളികളുമുണ്ട് നമുക്ക്. അപ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലീജൻ ഓഫ് മേരി വഴിയായിട്ടും വിൻസെൻ്റ് പോൾ അങ്ങനെയുള്ള സംഘടനകളിൽ ചേർന്നതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോകാനും സാധിച്ചു. ഇവിടത്തേലും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്നുണ്ട്. പിന്നെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥനകൾ, ഇപ്പോഴത്തെ ഡെയിലി ബ്രെഡ്, അവിടെ 12 മണിക്കൂറോളം നമുക്ക് സമയ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഡെയിലി ബ്രെഡ് എന്നുള്ള ആ ബ്ലെസ്സിങ് അത് വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഈ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ സമയത്തൊക്കെ
അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങളാണ് അച്ഛൻ തരുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ പറയും വിവാഹത്തിന് ഒരുങ്ങുന്ന, വിവാഹത്തിലേക്ക് നിശ്ചയിക്കാൻ വീട്ടിലേക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമുക്ക് വേണ്ടിയാണ് അന്നത്തെ ബ്ലെസ്സിങ് നമുക്ക് തോന്നിപ്പോവും. അത് പരിശുദ്ധ അമ്മയുടെയും ദൈവവചനത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്. അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ തോന്നും അത് വളരെ പ്രയാസകരമായൊരു കാര്യമാണെന്ന്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറയാം, ആ ബൈബിൾ വായനയിലൂടെ നമ്മുടെ സ്വഭാവ രൂപീകരണം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ദൈവകൃപയാൽ എനിക്ക് 3-ാമത്തെ പ്രാവശ്യം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാനുള്ളൊരു സാഹചര്യം ഉടമ്പടിയിലൂടെ ലഭിച്ചു. അതോടൊപ്പം തന്നെ അവിടെ കുറേ മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ, ആ ഒരു മെൻ്റൽ ഹെൽത്ത് അഡിക്ഷൻ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ പേരെ കാണാൻ സാധിക്കും. തെരുവിലുള്ളവർ ഈ -30, -35 ഡിഗ്രിയിലൊക്കെ തണുത്ത് വിറച്ച് സ്ട്രീറ്റിൽ കിടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാപ്പി ചിലപ്പോൾ അവർക്ക് മേടിച്ചു കൊടുക്കുന്ന നമ്മുടെ ഇത് $2 പോവുള്ളായിരിക്കും. പക്ഷെ എന്നാലും അത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. അപ്പോൾ അത് നമ്മളും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കൊണ്ടോ അല്ല. നമുക്ക് മാതാവും ഈശോയും തരുന്ന ഒരു ഇൻസ്പിറേഷനാണത്. അവിടെ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് സാലറി കിട്ടും. അതിൽ ഏകദേശം ഒരു 10% പള്ളിക്ക് കാരുണ്യപ്രവർത്തനം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം, അതോടൊപ്പം തന്നെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം എൻ്റെ വാട്സപ്പിലൂടെ ഞാൻ ഷെയർ ചെയ്യും. വാട്സപ്പാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ. പിന്നെ ഞാൻ ജോലി സ്ഥലത്തേക്ക് എൻ്റെ ബൈബിൾ ഞാൻ കൊണ്ടുപോകും. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. ജോമു പലപ്പോഴും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോകുമ്പോഴും എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. അതെൻ്റെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വയ്ക്കും. കാരണം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പലരും ആ നാട്ടിലുണ്ട്. പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈശോയുടെ കൃപ കൊണ്ട് എൻ്റെ ബൈബിളോ ഈ പറഞ്ഞ കൊന്തയോ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? അത് തന്നെ നമുക്കൊരു കോൺവെർസേഷൻ തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഈ പരിശുദ്ധ അമ്മയെ പറ്റി അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്, ഈശോയെ പറ്റി അറിയാത്തവർ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ചെറിയ കോൺവെർസേഷനിലൂടെ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും ഈശോയെ പറ്റി പറയാനുള്ള സാഹചര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ മൈക്കെടുത്ത് എപ്പോഴും പ്രസംഗിക്കാനൊന്നും സാധിക്കില്ല. ചിലർ പറയും എങ്ങനെ നമുക്കിത് ചെയ്യാൻ സാധിക്കും? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ചെറിയ സാഹചര്യങ്ങളിലും നമുക്ക് സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ ജെറമിയ 29:11 വചനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മാതാവിൻ്റെ ഉടമ്പടിയിൽ മരണം വരെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇനി അവിടെ ചെന്ന്, ഞങ്ങളിപ്പോൾ വെക്കേഷനാണ് നാട്ടിൽ വന്നത്, 7-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോകും, ജൂൺ 7-ാം തീയതി. അവിടെ ചെന്ന് വീണ്ടും ശക്തിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും കാരുണ്യ പ്രവർത്തികളോടും ഉടമ്പടി ജീവിതവും മുന്നോട്ട് നയിക്കാനുള്ള കൃപ മാതാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികങ്ങളായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. ആൻ മേരി ജോം എന്ന ഈ ന്യൂലി മാരീഡ് കപ്പിൾ ഇവിടെ വന്ന് അവരുടെ വലിയ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു ഉടമ്പടി കുടുംബത്തിൻ്റെ തറവാടിൻ്റെ അംഗങ്ങളായതിൻ്റെ സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് ആൻമേരിയുടെ വളരെ ശക്തമായി ഏറ്റുപറഞ്ഞത്. കാനഡയിൽ സോഷ്യൽ വർക്കറായി ഒരു പേസ് മാനേജറായി ജോലി ചെയ്യുന്ന ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോയെ എന്തുമാത്രം കൈമാറാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ക്രിസ്തു സാക്ഷ്യമാണെന്ന് നമുക്കിതിനെ വിലയിരുത്താം. ഈ മകൾ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്തും മകൾക്ക് അപ്പൻഡിക്സ് റാപ്ചർ എന്ന് സംശയം തോന്നി അവിടെ ഉണ്ടാകുന്ന ഒരു പേയ്മെൻറ്റ് $3000, ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയുടെ ഒരു എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു പ്രീ അറൈവൽ അഡ്മിഷൻ, ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാകേണ്ടി വന്നപ്പോഴുള്ള ഒരു പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മകൾ ഏറ്റുപറയുകയുണ്ടായി. ഈ മകൾ തന്നെ പറയുന്നു, ഞാൻ നേർച്ച വസ്തുക്കൾ, വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ വരച്ചുകൊണ്ട്, കുരിശ് വരച്ചുകൊണ്ട് ഓഫീസേഴ്സിൻ്റെ നെറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവിടേക്ക് കയറി ചെല്ലുമ്പോഴാണ് മേരി എന്ന ഡോക്ടർ ഇവർക്ക് സാധ്യതകൾ പറയുന്നത്, ഇങ്ങനെ പ്രീ അറൈവൽ അഡ്മിഷന് ഈ കോളേജിൽ നിന്നുള്ള ഒരു ഇൻഷുറൻസ് പോളിസി, ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത്.
മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വഴികളും വിധികളും രീതികളും എത്ര വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി ചെയ്ത ആളുകളെ പരിശുദ്ധ അമ്മ തന്നെയാണ് കൈപിടിച്ച് നടത്തുന്നത്. അതുപോലെ ഇവരുടെ മനോഹരമായ വിവാഹത്തെക്കുറിച്ച് ആൻ മേരി വിവരിക്കുന്നത് എങ്ങനെയാണ്? സമയം അല്പം വൈകിയെങ്കിലും സമയം വൈകിട്ടൊന്നുമില്ല. സമയം വൈകിയെന്ന് ആൻമേരിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഉടമ്പടി കുടുംബത്തിലേക്ക് രണ്ട് കുടുംബവും, ഇൻലോസിൻ്റെ രണ്ട് കുടുംബങ്ങളും ഉടമ്പടിയിൽ ശക്തമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ആൻമേരി ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ എപ്പോഴും രാവിലെ ഉണർന്ന് അവരുടെ പ്രപ്പോസൽ കണ്ടീഷൻസ് തന്നെ, ജോമിൻ്റെ കണ്ടീഷൻ അതായിരുന്നു, മരിയ ഭക്തിയുള്ള ഒരു ജീവിത പങ്കാളി വേണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ വിവാഹം നടക്കുമ്പോഴും മെയ് 25-ന് വളരെ ഫ്രഷ് ഹാൻഡ്സ് അവർ പറയുന്നു, മെയ് 25-ന് ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് തോന്നിയ ഒരു വിവാഹ ചടങ്ങായിരുന്നു. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ രണ്ട് കുടുംബങ്ങളെയും വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്ത് അവരെ ആ ഒരു മംഗളകരമായ കർമ്മം നടത്തുവാൻ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് മകളെ ഏറ്റു പറയുന്നു. ഇവർക്ക് കനേഡിയൻ ലൈസൻസ് രണ്ടുപേർക്കും, ഹെവി ലൈസൻസും അതുപോലെ തന്നെ അവിടുത്തെ G2 പാസ്സാകാനുള്ള ലൈസൻസ് എല്ലാം ഇവർക്ക് ലഭിച്ചത് വളരെ ഭാഗ്യമാണ്. അതെല്ലാം വളരെ പെട്ടെന്നാണ്. അതുപോലെ തന്നെ ഈ ആധ്യാത്മിക ജീവിതത്തിൽ അടിവെച്ച് ഇവരെ ഈശോ ക്ഷണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി യുക്കറിസ്റ്റിക് മിനിസ്റ്ററായിട്ട് കനേഡിയൻ ചാപ്പലിൽ അവർക്ക്, ചർച്ചിൽ അവർക്ക് ഈശോയെ ഹോളി കമ്മ്യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. വളരെ വ്യക്തിപരമായി അറിയാവുന്നതുപോലെ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതുതന്നെയാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അസസ്മെൻറ്റ് കഴിയുമ്പോഴാണ് ഒരു യൂക്കറിസ്റ്റിക് മിനിസ്റ്റർ ആകാനുള്ള അവരുടെ വിളി അവർക്ക് ലഭിക്കുന്നത്. ഈശോയെ കയ്യിലെടുക്കാൻ ആഗ്രഹിക്കാത്ത ലോകത്തിലായി ആരും ഉണ്ടാവില്ല. അതുപോലെ ഇവർക്ക് അങ്ങനെയുള്ള ലീജിയൻ ഓഫ് മേരിയിലൂടെ അംഗമായിട്ട് സോഷ്യൽ വർക്ക് കണ്ടിന്യൂ ചെയ്യാനും ഈശോയെയും പരിശുദ്ധ അമ്മയെയും ജപമാല കൈപിടിച്ചുകൊണ്ടും ബൈബിൾ എന്താണെന്ന്, ഈശോ ആരാണെന്നും ലോകരക്ഷകനാണെന്നൊക്കെ ഏറ്റുപറഞ്ഞ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ അണ്ടിൽ ക്രൈസ്റ്റ് ഫോംസ് ഇൻ മീ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഈറ്റുനോവ് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹയോടൊപ്പം ഇന്ന് മക്കൾക്ക് പറയാൻ സാധിക്കുന്നത് അന്യനാട്ടിൽ ഈശോയെ ഏറ്റുപറയുമ്പോഴാണ്. ആൻമേരിക്കും ജോമിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം വിവാഹ തടസ്സങ്ങൾ ഏർപ്പെടുന്ന എല്ലാ യുവതിയുവാക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ, ലൈസൻസ് കിട്ടാത്തവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ പുതിയ കപ്പിളിനെ നമുക്ക് സന്തോഷപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.